വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം. പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ, മറ്റുൽപ്പന്നങ്ങൾ, ക്ലീനിംഗ് ഐറ്റംസ്, പണിയായുധങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ, ചെയറുകൾ, കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടകര മേഖലാ സമ്മേളനം ജോർജ് ഫ്രാൻസിസ് ഹാളിൽ നടന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ അവഗണിച്ച നടപടി തിരുത്തണമെന്നും കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ ധനവിഹിതം കാലതാമസം കൂടാതെ അനുവദിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വടകര നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. ഈ കേന്ദ്ര ബജറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലുള്ള ആളുകളുടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം രൂപപ്പെടുത്തിയെടുക്കാനും അത് കൃത്യമായിട്ട് തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടേതായ രീതിയിലേക്ക് അവരുടെ ജീവിതം ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒട്ടനവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ചു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്ക് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ആർജവമുള്ളൊരു സർക്കാരിനെ ഞെരിച്ചു കൊല്ലാൻ പറ്റാവുന്ന രീതിയിലേക്കാണ് ഇന്ന് കേന്ദ്രം ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ബജറ്റിനെതിരെയും ജനരോഷം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മേഖലാ പ്രസിഡന്റ് സുരേന്ദ്രൻ ചോമ്പാല അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി വത്സരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. MM സുദർശനകുമാർ, KP രഘുനാഥ്, KT നാണു, VM നാണു, മധു കുറുപ്പത്ത്, ബാബുരാജ് എന്നിവർ സംസാരിച്ചു. പുഷ്പവല്ലി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ദാമോദരൻ കുന്നുമക്കര സ്വാഗതവും PK പങ്കജാക്ഷൻ നന്ദിയും പറഞ്ഞു.